നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ശൗലിനെ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്നും നീക്കി ഈശായുടെ മക്കളിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ യഹോവ ശമൂവേൽ പ്രവാചകന് നിയോഗം നൽകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈശായുടെ സമീപമെത്തിയ ശമൂവേൽ പ്രവാചകൻ ഈശായുടെ ആദ്യത്തെ മകനായ എലിയാബിനെ യഹോവക്ക് പ്രസാദകരമോ എന്ന് ചോദിച്ച വേളയിൽ യഹോവ നൽകിയ അരുളപ്പാട്, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ മുഖമോ അല്ലെങ്കിൽ ആകാര സവിഷ്ടതകളോ നോക്കുന്ന വേളകളിൽ ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെയാണ്. ഒരു നോമ്പുകാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകൾ ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് നോമ്പിൻ്റെ അനുഭവത്തെ മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തെ യഹോവ ദൈവം നോക്കുന്നു. ഒരു പരിശോധനയുടെ കാലം കൂടിയാണ് ഈ നോമ്പിൻ്റെ അനുഭവം എന്ന് നമുക്കറിയാം. അപ്രകാരം ഒരു പരിശോധനയുടെ കാലങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവവചനത്തോടും പ്രാർത്ഥനയോടും വചനധ്യാനങ്ങളോടും ചേർന്ന് ഒരു ആത്മപരിശോധനയുടെ അനുഭവങ്ങളും കൂടി ഈ നോമ്പ് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്രകാരം നമ്മളും തയ്യാറാകുവാൻ വചനവും നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നോമ്പിൻ്റെ അനുഭവങ്ങളെ നൽകിയ അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം കരയറ്റുന്നു. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നോമ്പിൻ്റെ നാളുകൾ ഒരാത്മപരിശോധനയുടെ അനുഭവമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ കാണുന്നത് പോലെ ആകാര സൗഷ്ഠതകളോ ശ്രേഷ്ഠതകളോ അല്ല ദൈവം നോക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നോമ്പിൻ്റെ നാളുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുനരുദ്ധാനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, ആ വിജയദിനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ അതിന് സഹായകമായി തീരുവാൻ ദൈവം ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ.